ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്കൊന്ന് പോവാം. അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡൊക്കെയാണ്. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. ചെറുപ്പമൊക്കെ ചില കഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടമാണ്. ബാക്കി ഇതിലൊക്കെ ചെന്നേക്കുന്ന തെങ്ങി വേറൊരു ലെവൽ വഴിയാ. അത് നോക്കിയേ, സീനാണ്. എന്നാലും നമുക്ക് നോക്കാം. വണ്ടി കയറാനൊക്കെ ഭയങ്കര പാടാണ്. സൈക്കിളുടെ ഫ്രണ്ടൊക്കെ പൊങ്ങി തകർത്തോണ്ടാണ് കയറിപ്പോയത്. ഇത് ടോപ്പിൽ വന്നിട്ട് നല്ല വ്യൂ ആണ്, നല്ല അടിപൊളിയാണ് സംഭവം. പക്ഷെ വ്യൂ കാണാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല, കാരണം കുറച്ച് മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. റോഡൊക്കെ കിടക്കണുണ്ടോ? ഇതാണ് വഴിയുടെ ഒരു അവസ്ഥ. ഇതാണ് വഴി വേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കണപ്പൊളിയാണത്. വേറെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇനി ഇതാണ് ഇപ്പൊ വന്നൊരു സംഭവം. പിന്നെ നമ്മളിപ്പോ അങ്ങ് താഴേന്നാണ് വന്നത്. അപ്പം അതിന്റെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിന്റെ മുകളിലും കൂടെ നമുക്ക് ജസ്റ്റ് ഇതുണ്ടോ, ഇതൊരു വലിയൊരു പാറ വഴിയാണ് കയറിപ്പോവാൻ. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് വരാൻ നേരത്തെ ഉറപ്പായിട്ട് ഇത് എന്താണ്, എത്ര ഉയരത്തിലാണ് ഇതിലുള്ളതെന്നൊക്കെ കാണാൻ പറ്റും. കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാ ഇതാണ് മോനെ വേറൊരു വ്യൂ. അവിടെ കണ്ട ഒരു സംഭവം കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് കയറി വന്ന സ്ഥലമാണിത് സംഭവം. ഇതങ്ങനെ ഓവറായിട്ട് വലിയായിട്ട് ഇപ്പൊ വലിയായിട്ട് കാണാനില്ല. ഇതുണ്ടോ, മൊത്തം പുല്ലൊക്കെ കൂടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഇച്ചിരി കൊണ്ട് അപ്പുറത്തേക്ക് പോവാം. ഇതിന്റെ വലിയ വാഴക്കൊരു കുഴിയാണ് കേട്ടാ. ഇതൊരു മലയുടെ സൈഡാന്ന് പറയാം. ഇന്നാള് നാളൊരു വീഡിയോ ഇട്ടില്ലേ, അപ്പൊ അതിന്റെ ഒരു സൈഡായിട്ട് വേണേ പറയാം. അപ്പൊ ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നോക്ക് എന്ത് മനോഹരമല്ലേ. കഴിഞ്ഞോടെ നമുക്ക് ഇത്രയും നന്നായിട്ട് കാണാൻ പറ്റില്ല. ഇത്രയും എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആണെങ്കിൽ പോലും ഇതിന്റെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കാരണം ഒരു ഒരു കുറച്ച് ടൈം കഴിയാൻ നേരത്ത് ഫുള്ള് മഞ്ഞ് കയറി കഴിഞ്ഞിട്ട് ഒന്നും കാണാത്ത രീതിയിലേക്ക് ആവുകയാണ്. ഇപ്പൊ ജസ്റ്റ് നമുക്ക് കാണാവുന്ന രീതിയിൽ അപ്പൊ എന്തായാലും അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോ ഇങ്ങനെ കാണാൻ നേരത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വലിയൊരു മലയോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ആദ്യമേ തോന്നൂല. ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ഇതുണ്ടോ, ഇത് 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 ജസ്റ്റ് ഇതൊരു മല. ഇതുണ്ട്, ഇതിന്റെ തൊട്ട് താഴെ തൊട്ടി പോലെ ഇതിന്റെ താഴെ വേറെ ഉണ്ട്. ഈ മലയുടെ താഴെ ഇങ്ങനെ പോവാണ്. ഇതങ്ങ് ഉള്ളിലേക്കാണ് പോകുന്നത്. താഴെ വലിയൊരു ഒരു വനം തന്നെ ഉണ്ട്.
ഇതൊക്കെ ഉള്ളൊക്കെ കുറച്ചൊക്കെ ഈ മഞ്ഞ് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പൊ അത് ഇപ്പൊ ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് നോർമലി ഇപ്പൊ ഒരു നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. മലകളൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും. പക്ഷെ ഇപ്പം ഈ ഒരു ചെറിയൊരു മഞ്ഞിറങ്ങേണ്ട ഒരു സമയമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, നോർമലി നമ്മൾ നോക്കാൻ നേരത്ത് ഈ മല ഒരു ചെറുതായിട്ട് ഈ വീഡിയോയിൽ കാണാൻ നേരത്ത് ചെറുതായിട്ട് കാണുള്ളൂ. പക്ഷെ ഇപ്പൊ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത് അവിടെയാണ്, ഇവിടുന്ന് കാണാൻ പറ്റൂല. ഈ വഴിയൊക്കെയാണ് ചാടിക്കേറി പോയത്. ഇത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ. വണ്ടി കിടക്കുന്നുണ്ടല്ലേ, അതാണ് സംഭവം. അതെ, ചെറിയ ചെറിയ പൂക്കളൊക്കെ, പേരൊന്നും അറിയത്തില്ല. സംഭവം ഇതാണ്. ഇത് ഏകദേശം കട്ടപ്പന എന്നൊരു 2-2.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. പക്ഷെ കാര്യമുണ്ട്, ഇതുവഴി വരുമ്പോ നടന്ന് കയറി വരണം, ഇല്ല വല്ല ഓഫ് റോഡ് ബൈക്കും എല്ലാം വേണം. കാരണം ബൈക്കൊക്കെ ആയിട്ട് വന്നിട്ട് കയറിപ്പോക്ക് വളരെ എളുപ്പമാണ്, പക്ഷെ ഇറങ്ങിപ്പോക്ക് ഭയങ്കര പാടാണ്. പിന്നെ ഇനിയിപ്പം എല്ലാം കണ്ടില്ലേ, അത്യാവശ്യം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പൊ മഞ്ഞിറങ്ങിക്കൊണ്ടാണ്, കാരണം അപ്പോഴത്തേക്ക് ആകാശം മേലെ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന രീതിയിലുള്ള മലകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ദിവസം ഈ ക്ലിയർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ടൈമിൽ ഒന്ന് കാണാം. ചെറിയ ചെറിയ കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങുകയാണ്. ഇനിയിപ്പോ കുറെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ളത്. അപ്പൊ അതിൻ്റെതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഉള്ള വെട്ടത്തിൽ താഴേക്ക് ഇറങ്ങി ചെല്ലാവുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ നമുക്ക് ഈ കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട് ഇത്തവണ. കഴിഞ്ഞ തവണ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞിട്ട്, അത് വേറെ ഇതിന്റെ അപ്പുറം ഒരു മലയിലാണ്, അവിടെ കയറി ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ഇരുട്ടാറായി. പിന്നെ എങ്ങനെയും ഇറങ്ങാന്ന് മാത്രമേ ഉള്ളായിരുന്നു, കാരണം അന്ന് ചെർച്ചീന പോയി ഒറ്റയ്ക്കായി പോയി താമസിച്ചു. അപ്പൊ അതിൻ്റെതായ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. തന്നെയുള്ളൂ. നൈസ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇത്രയും പോലും പറ്റാത്തവർ എത്ര പേരുണ്ടായിരിക്കും എന്നറിയോ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ഇപ്പൊ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൗഡ്, അഭിമാനിക്കാം നമുക്ക്. ഇപ്പം എന്റെ കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ കാര്യം ആയിക്കോട്ടെ, ഇപ്പം നിങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ, കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഒരു അഭിമാനിക്കാൻ പറ്റിയൊരു ഇതാണ്. കാരണം അതിന് പോലും സാധിക്കാതെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഞാൻ ആദ്യമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, വീട്ടിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലായത് നമുക്കിനി കാണാനുണ്ട്. ഒരു റൂമിന്റെ അകത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടതല്ല ജീവിതം. ഇനിയിപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ട് പലർക്കും പലതും ചിലപ്പോൾ തോന്നുമായിരിക്കും. അതൊന്നും എൻ്റെ ജീവിതത്തിൽ പെടുന്ന ഒരു വിഷയമല്ല. കാരണം എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ചെയ്യുന്നു, അതിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നു. അതിനു വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. നമുക്കെല്ലാവരും ഇപ്പൊ എന്ത് സംഭവം നമുക്ക് നേടിയെടുക്കാനാണെങ്കിലും നമ്മൾ അതിനെ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായാലും നമുക്ക് വിജയിക്കാൻ പറ്റും. ഈ ഒരു വണ്ടി മേടിക്കാനുള്ളതും പിന്നെ ഇതൊക്കെ സ്വന്തം പൈസയിൽ അധ്വാനിച്ചുണ്ടാക്കി എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, അതിലിപ്പോ ഒരു അഭിമാനം വേറെ ഇല്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ പോലും ഞാൻ റോഡില് പറയാം, വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ട് വണ്ടി വേണം എന്ന് പറയുന്നത് ഒരുമാതിരി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊന്നും ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെടില്ല. ഇവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും വണ്ടി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ,
സ്വന്തമായിട്ട് നമ്മൾ എല്ലാം സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് നേരിടാനുള്ള ഒരു ഇത് വരും. ഓക്കെ, ഇവിടെ നിന്നെ ഇറങ്ങാം അല്ലേ? കുഴിയായിരുന്നു, ഇറക്കിത്തള്ളി പിന്നല്ലാതെ നമ്മളെടുത്ത കളിക്കുന്നത്. ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ. കാരണം നിങ്ങള് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ വരിക. ഇവിടെ വെള്ളയാംകുടി എന്ന കല്യാണത്തിന്റെ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് ഇതുള്ളത്. ഇവിടെ നോക്കാൻ നേരത്ത് അവിടെ കൊണ്ട് എൻഡിങ് ആണ് പോലെ ഇരിക്കുന്നത്. ജസ്റ്റ് നോക്കാം. അതാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വീട്ടിൽ പോകുമ്പോൾ തോന്നൂല. നമ്മളിപ്പോ അവിടെ നിന്നാ അവിടെ ആ ഭാഗത്ത്, അവിടെ നിന്നാണ് നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. അതൊക്കെ ഇറങ്ങാം. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് വണ്ടി തിരിക്കാനൊക്കെ ഒരുപാട്. ഇത് കുഞ്ഞൊരു ഓഫ് റോഡാണ് കേട്ടോ. ഓഫ് റോഡ് അല്ലെന്നൊന്നും ഞാൻ പറയില്ല, കുഞ്ഞൊരു ഓഫ് റോഡാണ്. നോർമൽ വണ്ടിയുള്ളവർക്ക് വരാൻ പറ്റായൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് ഓടിക്കുന്നവർ മാത്രം കയറ്റിക്കൊണ്ട് വരിക. അപ്പുറത്തേരെ പോവാം, നമുക്ക് ഇപ്പുറത്തെ വന്ന വഴി തന്നെ പോവാം. കണ്ടോ, നല്ല നല്ല വരവാണ് കണ്ടോ. ശരി, നൈസ്, കൊള്ളാം. ഇപ്പുറത്തൂടെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇവിടുന്ന് ഇപ്പൊ എടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പം ഏതെങ്കിലും കല്ലിൽ തട്ടിയോ അല്ലെങ്കിൽ ഉരുണ്ട് ചിലപ്പോൾ നമ്മൾ അവിടെ ചില വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിന് നമ്മൾ റിസ്ക് എടുക്കരുത്. റിസ്ക് എടുക്കേണ്ട സമയത്ത് റിസ്ക് എടുക്കുക. റിസ്ക് എടുക്കണ്ടെന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നോർമല് കാട്ടിനകത്തോടൊക്കെ കയറി വരുന്നത്. ഇതുണ്ടോ, കൊള്ളാം. ഈ വണ്ടി കൊണ്ട് പറയല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ വണ്ടികളുണ്ടല്ലോ നമ്മുടെ കൈക്കിണങ്ങിയായിട്ട് നിൽക്കുന്നതെന്നൊക്കെ തോന്നുന്നത്. അതുപോലെയുള്ള ഒരു ഇതാണ് എനിക്ക്. ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ലൊരു കുഴിയാണിത്. കുറേ ആണെങ്കിൽ ഇച്ചിരി കത്ര കുറവുണ്ട്.
കുണ്ടിപ്പിടിക്കുന്നു. ഈ വഴിയിലാണ് ഞാൻ കയറി വരുന്നതിന് മുന്നേ ഒരു ചേട്ടൻ വീണത്. പിന്നെ ഓരോരുത്തരുടെ എന്താ പറഞ്ഞ ഓരോരുത്തരുടെ പ്രാക്ടീസ് പോലെ ഇരിക്കും. അപ്പം കല്യാണത്തിന്റെ മലയുടെ അവിടുന്ന് മെയിൻ റോഡിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇത് ഇടുക്കി റൂട്ട്, ഇത് കട്ടപ്പന റൂട്ട്. അപ്പൊ നമുക്ക് കട്ടപ്പനയ്ക്കാണ് പോകേണ്ടത്.